തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കണം. ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കുന്നുവോ എന്ന് നിരീക്ഷിക്കാൻ ഹൈക്കോടതികൾക്ക് ചുമതല. ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണം എന്ന മൃഗസ്നേഹികളുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും കോടതി. തെരുവുനായ പ്രശ്നത്തിൽ നടപടികൾ എടുക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുന്നു എന്ന പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കുട്ടികൾക്കെതിരെ വളരെയധികം തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ABC ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ മതിയായ ആസൂത്രണമില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇത് ഫലപ്രാപ്തിയെ ബാധിക്കുന്നുവെന്നും വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ മാറ്റണമെന്ന ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്ന മൃഗസ്നേഹികളുടെ ആവശ്യം തള്ളി. എല്ലാ സർക്കാർ ആശുപത്രികളിലും പേവിഷ പ്രതിരോധ വാക്സിൻ ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞു. ദേശീയപാതകളിലെ എക്സ്പ്രസ് വേയിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടിയെടുക്കണം. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതികൾ പരിശോധിക്കണം. ഇതിനായി ഹൈക്കോടതികൾ 2 അംഗ ബെഞ്ചിനെ ചുമതലപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകി. പല പ്രദേശങ്ങളിലും വന്ധ്യംകരണ വാക്സിനേഷൻ നടപടികൾ വേണ്ടത്ര ആസൂത്രണമില്ലാതെയാണ് നടത്തിയത്. കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ FIR-ഓ ക്രിമിനൽ നടപടിയോ സ്വീകരിക്കരുത്. നടപ്പാക്കിയ കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ ഓഗസ്റ്റ് 5-നുള്ളിൽ അതത് ഹൈക്കോടതികളെ ബോധിപ്പിക്കണം. ഹൈക്കോടതികൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഈ വർഷം നവംബർ 17-നുള്ളിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തിയ കോടതി കർണാടകയിൽ 2026-ലെ ആദ്യ 4 മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2 ലക്ഷം തെരുവുനായ ആക്രമണ കേസുകളാണെന്ന് ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.